ഉപയോഗിച്ചിട്ട് റിവ്യൂ ഇടാന്ന് പറഞ്ഞാൽ കുറേ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നില്ലേ. 8ന്റെ പണി കിട്ടിയ പ്രൊഡക്ട്സും അടിപൊളിയായിട്ട് വർക്കായ പ്രൊഡക്ട്സും ഉണ്ട് കേട്ടോ. വീഡിയോ ലാസ്റ്റ് വരെ കാണാം. ഫസ്റ്റ് എൻ്റെ അജിയോ എന്ന് വാങ്ങിയ ഈ ഷൂ ആണ്. ബ്രൈറ്റ് ബിക്ക് ഞാൻ കടപ്പുറത്ത് ഇട്ടുകൊണ്ട് കിടന്നേ ഓർമ്മയുള്ളൂ. അവിടുന്ന് മണൽത്തരികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കയറിയിട്ട് ഇപ്പോൾ വേറെ എന്തോ കളറായിട്ടുണ്ട്. അത് എത്ര നോക്കിയിട്ടും പോകുന്നില്ല. ഫ്രണ്ടിലൊക്കെ ഈ കളറൊക്കെ പോയിട്ട് ഇതൊന്നും കുട്ടപ്പനാക്കി എടുക്കാൻ നോക്കിയിട്ട് ഇത് കുട്ടപ്പനേ ആകുന്നില്ല. പക്ഷെ കാലിലിടാൻ അടിപൊളി കംഫർട്ടാണ്, അത് പറയാതെ വയ്യ. അടുത്ത നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സിംഗ് ടേബിൾ ആണ്. ക്വാളിറ്റി വൈസ് ആയാലും ഫിറ്റ് ചെയ്തിട്ടായാലും എല്ലാം അടിപൊളിയായിരുന്നു. കാണാനും നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ റൂമിലെ ആ ഭിത്തിക്ക് തന്നെ വേറെ ലെവൽ ലുക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നി. അടുത്ത ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഫ്രെയിം എല്ലാം നമ്മൾ ഹോളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. പിന്നെ എന്നെ തളർത്തി കളഞ്ഞത് ഈ ഒരു ഐറ്റം ആണ്. ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന ഈ സ്റ്റിക്കർ ടൈൽസിൽ സ്റ്റിക്ക് ആവണുണ്ടായിരുന്നില്ല. അത് കുറച്ചെങ്കിലും സ്റ്റിക്ക് ആയാലും വെയിറ്റ് കാരണം താഴോട്ട് ഇളകി. പിന്നെ ഷെൽഫിന് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഷാമ്പൂവും ബോട്ടിലും എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയ അപർണാസ് ഹെർബൽ ഓയിൽ ആണ്. ഇതെനിക്ക് വർക്കായിട്ട് എൻ്റെ മുടി ഒഴിച്ചിൽ കുറവുണ്ട്. കറക്റ്റ് ഈ അമ്മമാരൊക്കെ എണ്ണ കാച്ചി തരില്ലേ, അതേ സെയിം മണമാണ് ഇതിന്. പലർക്കും പല ടൈപ്പ് ഓഫ് ഹെയർ അല്ലേ, അപ്പോൾ ഈ ഒരു ഓയിൽ എനിക്ക് വർക്കായി എന്ന് കരുതി നിങ്ങൾക്ക് വർക്കാവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു സാമ്പിൾ ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്തിട്ട് മാത്രം സ്ഥിരമാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.